നിങ്ങൾ അറിഞ്ഞോ? കണ്ണു കാണാത്ത ഒരു കടുവയെ കാട്ടിൽ കണ്ടെന്ന്. കണ്ണു കാണാത്ത കടുവയോ? അതിപ്പോ ഇവിടെ? അതറിയില്ല, എന്നോട് ഇക്കാര്യം പറഞ്ഞത് കൊമ്പ് പോയൊരു പോത്താ. കൊമ്പ് പോയൊരു പോത്തോ? അങ്ങനെ ഒരു പോത്ത് നമ്മുടെ കാട്ടിലില്ലല്ലോ. ഇല്ല, അങ്ങനെ ഈ കാട്ടിൽ പുതുതായി വന്ന ആളാ, ഞാൻ പരിചയപ്പെട്ടു. എങ്കിൽ കണ്ണു കാണാത്ത കടുവയും പുതിയതായിട്ട് വന്നതാവും. നമ്മുടെ കാട്ടിൽ കുറെ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടെന്ന് ഞാനും കേട്ടു. ആട്ടെ, ആ കണ്ണു കാണാത്ത കടുവ എവിടെയുണ്ട്? അതെനിക്കറിയില്ല, കൊമ്പ് പോയ പോത്തിനോട് തന്നെ ചോദിക്കണം. ഷെടാ, കൊമ്പ് പോയ പോത്തിപ്പോ എവിടെയുണ്ട്? അതാ മൂക്കൻ കുന്നിലുണ്ട്. സൂത്ര, കൊമ്പ് കാണാത്ത കടുവ എങ്ങനെയാണാവോ ജീവിക്കുന്നത്? കൊമ്പ് കാണാത്ത കടുവയല്ലടോ, കണ്ണ് കാണാത്ത കടുവ. സൂത്ര, നമുക്കൊന്ന് പോയി നോക്കിയാലോ? എന്തായാലും ഒരു കടുവയല്ലേ, താനൊന്ന് സഹായിക്കുന്നത് നല്ലതാ. ശരിയാ, പക്ഷേ സഹായിക്കാൻ താൻ സഹായിക്കണം. കണ്ണ് കാണാത്തവർക്ക് കുത്തി നടക്കാൻ ഒരു വടി കൊടുക്കുന്നത് നല്ലതാ, അല്ലേ ശരു? ഇത് മതി. നടക്കുമ്പോ മുള്ളിൽ ചവിട്ടാതിരിക്കാൻ കാൽ പൊതിയുന്നത് നല്ലതാ. കാൽ പൊതിയാൻ ഈ ഇല മതി, കെട്ടാൻ വള്ളിയും വേണം. ഇനി കൊമ്പ് പോയ പോത്തിനെ കാണാൻ മൂക്കൻ കുന്നിലല്ലേ? കൊമ്പ് പോയ പോത്ത് പോയിട്ടുണ്ടാവുമോ? ഹലോ, പുതിയതായി കൊമ്പ് പോയ പുതിയതായി കാട്ടിൽ വന്ന ആളാണല്ലേ? അതെ. കണ്ണു കാണാത്ത കടുവയെ കണ്ടെന്ന് പറഞ്ഞത് ചേട്ടനല്ലേ? അതെ അതെ. ആ കടുവയെ ഒന്ന് കാണണമല്ലോ. അപ്പൊ തനിക്കും കണ്ണു കാണില്ലേ? അതെന്താ? തന്റെ പിന്നാലെ നടക്കുന്ന ഈ കടുവയെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഒത്ത തടിയും ആരോഗ്യമുള്ള ഒരു കടുവയെ ഒരു പീക്കിരി കുറുക്കന്റെ പിന്നാലെ നടക്കണമെങ്കിൽ അതൊരു കടുവയ്ക്ക് കാഴ്ച ഇല്ലാഞ്ഞിട്ടാണെന്നാ ഞാൻ വിചാരിച്ചത്. സോറി.